ഞാനിവിടെ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഗുവാഹട്ടിയിലുള്ളത്. ഗുവാഹട്ടിയിൽ നമ്മൾ ഡിക്കാത്തലം പോണ റൂട്ടാണത്. ഡിക്കാത്തലം പോണ റൂട്ടിൽ നമ്മുടെ കേരള റെസ്റ്റോറൻ്റ് ഉണ്ട്. മലയാളികൾ നടത്തണ, നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്ന് ആൾക്കാർ നടത്തണ ഒരു റെസ്റ്റോറൻറ്റ് ഈ അങ്കിളാണ് ഇവിടെ നടത്തുന്നത്. അങ്കിള് പേരെന്ന് പറയാമോ? എവിടെ, നാട് എവിടെയാണ്? നാട്ടിൽ കായംകുളം, ആലപ്പുഴത്തിന്. ഞാനും ആലപ്പുഴയിലാണ്. ഞാൻ അരൂരുള്ള. ഞാൻ നേരത്തെ ഒരുവട്ടം വന്നിട്ടുണ്ടായിരുന്നു. ഇല്ല, ഓർക്കണ്ട. അന്ന് ഞാൻ ക്യാമറ ഒന്നും എടുത്തില്ല, കൂട്ടുകാരോടെ വന്നത്. ഇപ്പോൾ ഇത് എത്ര വർഷമായി? ഇപ്പോൾ ഞങ്ങളിപ്പോൾ 7 വർഷം. 7 വർഷം അല്ലേ? കുടുംബത്തോടെ എല്ലാവരും കൂടി? ഞങ്ങൾ 2 പേരേ ഉള്ളൂ ഇവിടെ. ഉണ്ടായിരുന്നു എല്ലാവരും പോയി. അവർ നാട്ടിൽ പോയി. ഒരാൾ ബാംഗ്ലൂർ പോയി. മക്കളാ? ഇവിടെ 7 വർഷമായിട്ടുണ്ടത്. ഞാൻ അന്ന് യൂട്യൂബ് ഞാൻ തുടങ്ങിയുള്ളൂ. ഇപ്പോൾ ഞാൻ വ്ളോഗ് ഉണ്ട്, ഞാൻ ചെറുതായിട്ട് തുടങ്ങിയുള്ളൂ. ഞാൻ കഴിഞ്ഞോട്ടം വന്നപ്പോൾ ഇടണമെന്നുണ്ടായിരുന്നു. ഇവരെല്ലാവരും, എൻ്റെ കൂട്ടുകാരെല്ലാവരും ഇവിടെ വരാറുണ്ട്. അപ്പോൾ അവർ മിക്ക ഇവിടെ ഗുവാഹട്ടിയിൽ, ബെൽത്തോളയിൽ, തിനിയൽ ഭാഗത്ത് അവർ ഡോക്ടേഴ്സ് അവർ. അപ്പോൾ അവർ ഇവിടെ മിക്കപ്പോഴും വന്ന് കഴിക്കാറുണ്ട്. അപ്പോൾ ഒരു വട്ടം ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓർക്കണമെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഫ്രണ്ടായിട്ട് വന്നത്. ഇന്നൊന്നും കഴിച്ചിട്ടുണ്ടല്ലേ, ഞങ്ങൾ കറക്കത്തിലായിരുന്നു. ഇതാണ് ആൻറ്റി. എന്നാ പറയണ? ഫുഡ് കഴിക്കട്ടെ, എന്താ പറഞ്ഞേക്കണം? എന്നാടി? പൊറോട്ടവും ചിക്കൻ കറിയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫിഷ് കറി കൊള്ളാം. ഇവിടുത്തെ മീൻകറി വെറുതെ കിട്ടില്ല മീൻകറിയാ. പക്ഷേ ഇന്ന് ഫിഷ് കറി തീർന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്ന് എല്ലാ സാധനവും ഇല്ലേ, ഇന്ന് എല്ലാ സാധനവും പെട്ടെന്ന് തീർന്നു. ഇപ്പോൾ ആൻറ്റി വന്നപ്പോൾ പറഞ്ഞു. ഞാൻ നേരെ വന്നിട്ട് ചോദിച്ചത് അല്ലേ, ഞാൻ നേരെ വന്നപ്പോൾ തന്നെ വെച്ച് മീൻകറി. ഇപ്പോൾ പറഞ്ഞപ്പോൾ ചോറുണ്ടെന്ന് പറഞ്ഞിട്ട് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ച് ക്യാബേജ് തോരൻ, മോര് കറി, സാമ്പാർ, പിന്നെ അച്ചാർ. ഒരു വട്ടം ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ അന്ന് എനിക്കിത് നല്ല രീതിയിൽ എടുക്കണമെന്നുണ്ട്. ഒരിടത്ത് ചോദിച്ചിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ആൻറ്റി അടുത്ത് വന്നപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു. അതിനാണ് ഞാൻ ഇതെടുക്കാനായിട്ട് തീരുമാനിച്ചത്. എന്താണ് പറയാനുള്ളത് ഡോക്ടർ ശ്രീ വൈഷ്ണവ്? വിശപ്പുണ്ട്, ഫുഡ്ക്കാത്ത വെയിറ്റിംഗ്. ഇതാണ് നമുക്ക് എടുത്ത് ഫുഡ്. ചോറ്. ആൻറ്റിയുടെ പേരെന്താ? ആൻറ്റി ഗീത. ആൻറ്റി ഇവിടെ തന്നെ, കായംകുളത്ത് തന്നെയുള്ളതാണ് അല്ലേ? ഓക്കെ. ഇന്ന് പെട്ടെന്നായിരുന്നു കറിയൊക്കെ തീർന്നു? തിരക്കുണ്ടായിരുന്നു. ഓക്കെ. ആൻറ്റി കഴിച്ചാ കഴിഞ്ഞിട്ട്? ഇവിടെ വീട് എവിടെ ഇട്ടാ? അപ്പോൾ ഇതിനകത്ത് തന്നെയാണോ? അവർ താഴെ, നിങ്ങൾ മേളിൽ. അങ്കിലും ആൻറ്റി മാത്രമേ ഉണ്ട്. ബാംഗ്ലൂർ പോയി എന്ന് പറഞ്ഞു. ബാംഗ്ലൂർ ചോദിച്ചായിരുന്നു നേരെ. ഇപ്പോൾ എവിടെയാ? ഡൽഹിയിലാണോ? ആർമിയിലാണോ? ഓക്കെ. എന്നാൽ നടക്കട്ടെ. പിന്നെ ചോറും പപ്പടവും കടലക്കറിയും ക്യാബേജ് തോരനും ഉരുളനും മീനും. ചിക്കനാണത്? ഇല്ലടാ, മീനാണോ? പിന്നെ മീനുണ്ട്. ഇത് പരിപ്പ് കറി, ഈ സാമ്പാർ. അവിടെ പൊറോട്ടയും ചിക്കൻ കറിയും. എന്താല്ലേ ഉഷാറ്. രാവിലെ ഒരു കഴിപ്പ് കഴിച്ചതാണ്, പിന്നെ കഴിച്ചിട്ടില്ല. നല്ല വിശപ്പുണ്ട്. ഞാൻ ആദ്യമേ ചോറ് മേടിച്ച് കഴിച്ച്, അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പൊറോട്ട തിന്നണമെന്ന് പൊറോട്ട മേടിച്ച് തിന്നണം. അയാൾ അതിൽ തന്നെ പൊറോട്ട തന്നെ സ്റ്റക്ക് ഓണായി അല്ലേ? എനിക്ക് പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെയുണ്ട്? എനിക്ക് ഇഷ്ടപ്പെട്ട്. വിശപ്പ് കുറച്ച് മാറി. വിശപ്പ് കുറച്ച് മാറിയാ? നല്ല വിശപ്പുണ്ടായിരുന്നില്ലേ? പിന്നെ ഇതുവരെ കുറച്ച് മാറിയത് മാറി വരുന്നല്ലേ? ഈ ഹാഫ് പൊറോട്ട ഞാൻ കഴിച്ചാൽ വിശപ്പ് മൊത്തം മാറും. ഇവിടെ നമ്മുടെ സെക്രട്ടേറിയറ്റിൽ കുറേ മലയാളികളുണ്ടോ? ഒന്ന്
പോരാത്തതിന് ഇവിടെ നിന്ന് നമുക്ക് ഓർഡർ കൊടുക്കാൻ പറ്റും. ഓക്കെ, സൊമാറ്റോയിൽ സ്വിഗ്ഗിയിലൊക്കെയാണ്. പക്ഷേ ഇത്ര കിലോമീറ്റർ അളവിലുണ്ടാവത്തുള്ളൂ. കാരണം ചൂടായിട്ട് കഴിക്കാൻ പറ്റത്തുള്ളത് കാരണം ഇത്ര അളവിൽ ഇത്ര ദൂരത്തിലെ സാധനം പ്രൊവൈഡ് ചെയ്യുള്ളൂ. സൊമാറ്റോയിലാണെങ്കിൽ സ്വിഗ്ഗിയിലാണ്. നമ്മളങ്ങോട്ടൊന്നുമില്ല. പിന്നെ മലയാളികളിലൂടെ കുറേ ഉള്ളത് കാരണം ഇവിടെ മിക്കപ്പോഴും വരാറുണ്ട്. ഇന്ന് ഞങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ താമസിച്ചു പോയി അല്ലേ. ഞങ്ങൾ ഇവിടെ കയറി വരുമ്പോൾ 8:45 സമയം. 8:45 മീൻകറി ചോദിച്ചപ്പോൾ പറഞ്ഞു മീൻകറി ഇല്ല, എല്ലാം തീർന്നു. ഞാൻ മീൻകറി എന്ന് പറഞ്ഞാൽ സത്യം കിട്ടും, മീൻകറി തീർന്നു. വീട്ടിലാണെങ്കിൽ മീൻ തിന്ന് മരിക്കണേ. പക്ഷെ ഇവിടെ വന്നിട്ട് മീൻ നടപടിയാവൂല. നമ്മൾ പിന്നെ എല്ലാ നാട്ടിലും കേരള സ്റ്റൈലിൽ എവിടെയെങ്കിലൊക്കെ ഒരു വെക്കും. ഞങ്ങളുടെ നാട്ടുകാരങ്ങനെ, ഞങ്ങൾ ആൾക്കാർ ഇവിടെ ചെന്ന് പോപ്പുലേഷൻ കൂടുതലാണ്. അല്ല ഞങ്ങൾ എവിടെയെങ്കിലും ചെന്ന ഒരു സിഗ്നേച്ചറായിട്ട് എന്തെങ്കിലും ചെയ്യും. മനസ്സിലായോ? മലയാളിയുടെ കട ഉണ്ടാവും. ഓക്കെ, ഗോവയിൽ ചെല്ലുമ്പോൾ ഗോവയിൽ അഞ്ജുന ബീച്ചിൽ പോണ വഴിക്ക് അവിടെ ഉണ്ട് ഒരു പുള്ളിക്കാരൻ. പുള്ളിയും മലയാളിയാണ്. പുള്ളി ഒരു കട ഇട്ടിട്ടുണ്ട്. പോപ്പുലേഷൻ കൂടുതലാണ് ഇവിടെ. ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഞങ്ങൾ പതിവ് തെറിക്കണേ ഫണ്ട് കൊടുത്തു. ഞാൻ ഇവിടെ നേരത്തെ ഒന്ന് കഴിച്ചാൽ ഞങ്ങൾക്ക് അറിയാം. അട്ടിപ്പോൾ ഫുഡ് നൈസ് ഫുഡാണ്. ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ പോകണം പറയണേ. ഇവിടെ എത്ര മണി വരെ ഉണ്ടാവും? അതിൻ്റെ എത്ര മണി വരെ ഉണ്ടാകും? എത്ര മണി വരെ ഉണ്ടാകും കട? 10 വരെ ഉണ്ടാവും. ഇന്നിപ്പോൾ നേരത്തെ തീർന്നതല്ലേ അല്ലേ? ഇത് റൂട്ട് എങ്ങോട്ടാണ്? ഇത് ഗുവാഹട്ടി എയർപോർട്ട് റൂട്ടാണല്ലേ? എയർപോർട്ട് റൂട്ട് ടേസ്റ്റ് ഓഫ് പാരഡൈസ് അല്ലേ? പോട്ടെ എന്നാൽ അപ്പോൾ കാണാം. താങ്ക് യു ആൻറ്റി. അങ്ങളെ താങ്ക് യു കേട്ടാ. പോട്ടെ എന്നാ ശരി എന്നാ. ഞങ്ങൾ ഇവിടെ നിന്ന് പതിയെ ഇറങ്ങാം. ഹെൽമെറ്റ് എന്തിടാ? ഹെൽമെറ്റ്. അപ്പോൾ ഇതായിരുന്നു ടേസ്റ്റ് ഓഫ് പാരഡൈസ്. ഇത് എങ്ങോട്ടാണ്? ഗുവാഹട്ടി എയർപോർട്ട് റൂട്ട്. ഇത് ഞാൻ ആദ്യം പറഞ്ഞത് ഗുവാഹട്ടി മറ്റേ ഇങ്ങോട്ട് പോണ റൂട്ടാന്ന് പറഞ്ഞത്. നമ്മുടെ ഡിക്കാത്തലോൺ. ഇത് താണ്ടി ഒരു 500-600 മീറ്റേഴ്സ് ആണ് ഡിക്കാത്തലോൺ ഉള്ളത്. അത് താണ്ടി തന്നെ എയർപോർട്ട്. അപ്പോൾ അയ്യൊരക്ക് ഇപ്പോ ഏതാണ് പരിപാടി? എന്നെ അപ്പോൾ എന്നെ ഡ്രോപ്പ് ചെയ്യാൻ ഞാൻ പോവാം. ഞാൻ പരിപാടി. അപ്പോൾ കാമയ്ക്ക ടെമ്പിളിൽ പോകാനായിട്ടാണ് ഞങ്ങൾ ആദ്യമേ ചാടി എഴുന്നേറ്റു ഉല്ലസിച്ച് ഇവള് വിളിച്ചപ്പോൾ പറഞ്ഞു ഓക്കെ സെറ്റ് എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞപ്പോൾ പണിപാളി. അത് കഴിഞ്ഞപ്പോൾ പരിപാടി ഒന്നും നടന്നില്ല. മഴ പെയ്ത് കഴിഞ്ഞ് ഒന്നാമത്തെ കാര്യം 1 മണി ഇറങ്ങിയപ്പോൾ വണ്ടി എടുത്ത് അവിടെ നിന്ന് ഇറക്കി കഴിഞ്ഞപ്പോൾ 1 മണിയായി. വേറെ കഥയൊന്നുമില്ല. അതാണ് താമസിച്ചത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കാണുക, അത്രയ്ക്ക് പറയുന്നത് പറയില്ല. അപ്പോൾ വേറൊരു ദിവസം നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് നൈറ്റ്.